സ്ലൈഡ് വിസിബിൾ ആണോ? ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് മാസം ഉണ്ട് നമുക്ക്, സെപ്റ്റംബർ 1. അതിൻ്റെ അകത്ത് ഇനി അവധികൾ എന്തൊക്കെ ഉണ്ടെന്നുള്ള കലണ്ടർ ഞാൻ നോക്കിയിട്ടില്ല. നമുക്ക് അതിൻ്റെ അകത്തുള്ള റെഗുലർ ഡേയ്സിലെല്ലാം ക്ലാസ് കുറച്ചുകൂടി സ്പീഡപ്പ് പോകും. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മേ ബി ബൈ ദിസ് വീക്ക് വിൽ ബി ഫിനിഷിംഗ് ദ മൊഡ്യൂൾ 3. ഇത് 3 ഇനിയിപ്പോൾ ഇന്നത്തെ ക്ലാസ് നാളത്തെ ക്ലാസ് കൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ തിയറി പാർട്ട് കഴിഞ്ഞു. പിന്നെ ട്യൂട്ടോറിയൽസ് 1-2 ട്യൂട്ടോറിയൽ ചെയ്താൽ അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ 2 മൊഡ്യൂളുണ്ട്. വാട്ട് ഐ വിൽ ബി, എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആ 2 മൊഡ്യൂളും പാരലായിട്ട് എടുക്കുക എന്നുള്ളതാണ്. 2 മൊഡ്യൂളിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തെടുക്കുന്ന നിർബന്ധമുണ്ട്. 2 പാരലായിട്ട് തന്നെ എടുക്കും. പാരലായിട്ട് എടുക്കാൻ വെച്ചാൽ ഒരു ദിവസത്തെ ക്ലാസ് ഇതാണെങ്കിൽ നെക്സ്റ്റ് ഡേ വിൽ ബി 5th മൊഡ്യൂൾ. അത് 2ഉം കവർ ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണൽ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെമിസ്റ്റർ എൻഡിന്റെ സമയത്ത് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളതാണ്. നിങ്ങളുടെ റിക്വസ്റ്റ് എന്ന് പറയുന്ന വേണമെന്നുണ്ടല്ലോ, നിങ്ങൾ പലരും ഇപ്പോഴും ഒരു S4 എത്തിയിട്ടില്ല, എന്നിട്ട് ആ ഒരു മോഡിൽ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെമിസ്റ്റർ ടോപ്പിക്സ് ഇതായാലും ഈ സബ്ജക്റ്റ് ആയാലും മറ്റേ സബ്ജക്റ്റ് ആയാലും നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് പ്രൊഫഷൻ നിങ്ങളുടെ മുമ്പോട്ട് പോകുന്നതായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അതിന്റെ ഫണ്ടമെന്റൽസിൽ വരുന്ന കുറെ കാര്യങ്ങളാണ് ഈ ടോപ്പിക്സ്, തെർമോഡൈനാമിക്സ്, ഫുഡ് മെക്കാനിക്സ്, മെഷീനിങ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നവര് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ അന്നേരത്തെ പ്രിപ്പറേഷൻ അതെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും. വീണ്ടും അന്നേരം ഇരുന്ന് പഠിക്കേണ്ടി വരും, എക്സാംസ് എഴുതാനായാലും. അത് ഇതെല്ലാം യൂസ്ഫുൾ ആണ്. ഈ ബേസിക് ടോപ്പിക്സ് എല്ലാം അത് യൂസ്ഫുൾ ആണ്. സോ ദാറ്റ് യു കീപ് ഇറ്റ് ഇൻ മൈൻഡ്. So let us now continue with our discussion on reciprocating pump. ഇതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി ഈ കാര്യങ്ങൾ പറഞ്ഞതാണെങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ കുറച്ച് കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ ഇന്നത്തെ പുതിയ ടോപ്പിക്കിലോട്ട് പോകും. അല്ലെങ്കിൽ പലരും ചിലപ്പോൾ ആദ്യമായിട്ട് ഈ പമ്പിന്റെ ഈ ടോപ്പിക് കേൾക്കുന്നവർ കാണും. മേ ബി forgot whatever we I told in the previous class, may not be remembering. അത് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. What we were discussing on the reciprocating pump. Reciprocating pump, when you say reciprocating pump, we have a piston pump, diaphragm pump. ഇതെല്ലാം reciprocating pump എന്ന് പറയും. പിസ്റ്റൺ ടൈപ്പ് പമ്പ്, ഡയഫ്രം പമ്പ് ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നത് പിസ്റ്റൺ പമ്പ്സ് ആണ്. പിസ്റ്റൺ പമ്പ്സ് എന്ന് പറഞ്ഞാൽ we have a cylinder and a piston which reciprocates inside the cylinder. അപ്പോൾ അതിന്റെ ഒരു ബേസിക് കമ്പോണന്റ്, ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ് വാട്ട് യു നൗ സീ ഓൺ ദി സ്ലൈഡ്. വി ഹാവ് എ സിലിണ്ടർ വിത്ത് എ പിസ്റ്റൺ കണക്റ്റഡ് ടു ദ ക്രാങ്ക്. ഈ ക്രാങ്ക് ആണ് റൊട്ടേറ്റിംഗ് പാർട്ടാണ്. ദിസ് ക്രാങ്ക് റൊട്ടേറ്റ്സ് ആൻഡ് ദ ക്രാങ്ക് ഈസ് കണക്റ്റഡ് ടു ദിസ് പിസ്റ്റൺ വിത്ത് എ കണക്റ്റിംഗ് റോഡ്. അപ്പോൾ കണക്റ്റിംഗ് റോഡ് ഇതെല്ലാം ഡിസ്പ്ലേ ഉണ്ട്. ദെൻ ദ സിലിണ്ടർ ഈസ് ഫിറ്റഡ് വിത്ത് സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്പ് വിത്ത് നോൺ റിട്ടേൺ വാൽവ്സ്. അതിന്റെ സെക്ഷൻ സൈഡിൽ സിലിണ്ടറിന്റെ 2 സൈഡിലും പൈപ്പ് ലൈൻസ് വരുന്നുണ്ട്. വൺ പൈപ്പ് ലൈൻ കണക്ടിങ് ദ സിലിണ്ടർ ടു ദ സമ്പ് ആൻഡ് അതർ കണക്ടിങ് ടു ദ ടാങ്ക്. എവിടേക്കാണോ നമ്മൾ പമ്പ് ചെയ്യുന്നത് ആ ടാങ്കിലോട്ടൊരു എൻഡും മറ്റേ പൈപ്പ് ലൈനിന്റെ എൻഡ് എന്ന് പറയുന്നത് എവിടെയാണ്, സമ്പിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബോത്ത് ദി സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്സ് ആർ ഫിറ്റഡ് വിത്ത് നോൺ റിട്ടേൺ വാൽവ്സ്, അല്ലെങ്കിൽ 1-way വാൽവ്. അപ്പൊ അത് അറ്റ് എ ടൈം വൺ ഓഫ് the valve will be in operation. Suction നടക്കുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ ഡെലിവറി സൈഡിലെ വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. ഡെലിവറി പ്രോസസ് നടക്കുമ്പോൾ സക്ഷൻ സൈഡിലെ വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. Now let us come to the how it operates. ഇവിടെ നിങ്ങൾക്ക് നോക്കാവുന്നത് ഇതിന്റെ ഈ ക്രാങ്കിന്റെ ഡിഫറെന്റ് പൊസിഷൻസ് കാണിച്ചിട്ടുണ്ട്, ABCD. Where the crank start, theta notation denote the crank angle. So the position, initial position of the crank is OA. OA എന്ന് പറയുന്നത് when the crank is at OA എന്ന് പറയുന്നത് ഈ സർക്കിളോടെ കാണിച്ചിരിക്കുന്ന സെന്ററിനാണ് ഞാൻ O ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും സെന്റർ പോയിന്റ് ആണ് ഞാൻ O എന്നുള്ളത് ഞാൻ എടുക്കുന്നത്. അപ്പോൾ OA എന്ന് പറയുന്നത് ഈ റേഡിയസ് OA, ക്രാങ്കിന്റെ റേഡിയസ്. when the crank position is OA, when theta എന്ന് പറയുന്നത് 0, when theta 0 ആകുമ്പോൾ ഈ പിസ്റ്റന്റെ പൊസിഷൻ എന്തായിരിക്കും? പിസ്റ്റൺ will be at the left end of the cylinder. അപ്പോൾ ആ ലെഫ്റ്റ് എൻഡ് ഓഫ് ദി സിലിണ്ടറിന് ലെറ്റസ്റ്റ് സേ ഇറ്റ് ഈസ് IDC, ഇന്നർ ഡെഡ് സെന്റർ. നിങ്ങൾ എഞ്ചിനൊക്കെ പഠിച്ചിട്ടുള്ളവരെ ഇന്നർ ഡെഡ് സെന്റർ, ഔട്ടർ ഡെഡ് സെന്റർ എന്നുള്ള ടേംസ് കേട്ടിട്ടുണ്ടാവും.
So when the crank position is OA corresponding to theta equal to 0, the piston is at the inner dead center. Similarly, when the crank is OC, is along OC, crank in the C point, OC orientation, the piston will be at the outer dead center, at the right end, extreme end, right end, piston position. So that is the outer dead center of the system, or the piston. The outer dead center is inner dead center. In piston, actually it is having a reciprocating motion or a to and fro motion inside the cylinder. To and fro motion is the left end is right end. At that time, the crank rotates 180 degree. Theta equal to 0, theta equal to 180 degree rotation crank left end, piston left end in the right end. And when the crank rotates from OC to OA, again OA, either 180 to 360, complete the return stroke. Crank OC, OA, 180 to 360 degree rotate, the piston moves from the right to the left end. So we can say piston moves from the outer dead center to the inner dead center. So this is the rotation, working process. Now, suction stroke and release stroke. When the piston moves from left to right, suction valve open out. This suction pipe pressure the pressure negative pressure, so that the suction valve will get lifted. At the same time, this delivery valve closed. Delivery pipe pressure good. So this will be seated. Delivery valve will be seated. Suction valve will be getting opened, and the fluid will enter the cylinder. And as the piston moves towards the right end, it will be filling the cylinder. Left valve open, bottom suction valve open, fluid, the cylinder will be filled with the fluid. And towards when it reaches when the piston reaches the right end, the suction completes. Then the return journey of the piston. Return journey, the piston moves from right end to the left end. Upon the pressure cylinder pressure piston push already filled fluid will be pushed by the piston. So the pressure inside the cylinder will be more than the pressure outside. So what happened is that this delivery valve, pressure suction valve closed down. This pressure valve, which is delivery side valve open out. So that the fluid, whatever fluid stored in the previous cycle, that will be previous cycle means previous stroke, that will be pushed to the delivery side. This is another fluid liquid in delivery discharge process. The second half of rotation of the crank, delivery stroke. During the first half of rotation of the stroke, we have suction stroke. This is a normal case. Theoretically, single acting pump case. Single acting pump. What do you mean by single acting and double acting? Single acting pump is piston, the two side on the piston. These two sides fluid inlet to fluid enter in the region. So when we have only one, when the fluid enter only on one side of the piston, we call it as single acting pump. Single acting pump is a suction pipe or delivery pipe. But if the pump is double acting one, we can have on both sides of the cylinder. Left hand, right hand, suction pipe, delivery side pipe. So that we will be having suction delivery happening on both sides. Simultaneously, one side suction either left and left in the right to move, left side suction right side fluid right side delivery. Left side, right side suction left side fluid discharge. That is double acting pump. But our discussion will be limited to single acting. Single acting discussion double acting case twice the cylinder, twice the discharge. Single acting pump theoretical equations develop equations multiply by 2, you will get the corresponding equations of the double acting pump. Class discussion, I am not repeating. Now,
പാരാമീറ്റർ എന്ന് പറയുന്നത് HS ആൻഡ് HD. HS എന്ന് പറയുന്നത് എന്താണ്? സക്ഷൻ ഹെഡും HD എന്ന് പറയുന്നത് ഡെലിവറി ഹെഡ് ഓഫ് ദ പമ്പ് ആണ്. വാട്ട് ഈസ് സക്ഷൻ ഹെഡ്? സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഹൈറ്റ് ഓർ ദ ഡെപ്ത് ഓഫ് ദി സമ്പ് ലെവൽ ഫ്രം പമ്പ് സിലിണ്ടർ. പമ്പിന്റെ സെന്റർ ഓഫ് ദി സിലിണ്ടർ. സിലിണ്ടറിന്റെ സെന്ററിൽ നിന്ന് സമ്പ് ലെവൽ വരെയുള്ള ഡെപ്തിനെയാണ് നമ്മൾ സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് denoted as HS. സിമിലർലി ദ ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? പമ്പിന്റെ സിലിണ്ടറിന്റെ സെന്ററിൽ നിന്ന് എത്ര ഹൈറ്റിലോട്ടാണ് വാട്ടറിനെ റൈസ് ചെയ്ത് ഇതിനെ ലിഫ്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്താണ് HD എന്നുള്ള രീതിയിൽ പറയുന്നത്, ഡെലിവറി ഹെഡ്. സോ HS, HD ആർ ദി സക്ഷൻ ആൻഡ് ഡെലിവറി ഹെഡ് ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട വേറെ കാര്യം. പിന്നെ ഒരു കാര്യം കൂടി, ഈ ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക് ലെങ്ത് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഈ പിസ്റ്റന്റെ മൂവ്മെന്റ് ആണ്. ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ടുള്ള മൂവ്മെന്റ്. തിയററ്റിക്കലി വി ക്യാൻ സേ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ. സിലിണ്ടറിന്റെ ലെങ്ത് എത്രയാണ് അത്രയും ലെങ്ത് ആയിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. മേ ബി കുഷനിങ് വോളിയം ഉണ്ടാവും, അത് വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. തിയററ്റിക്കലി വി ക്യാൻ സേ ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക് ഈസ് ദി ലെങ്ത് ഓഫ് ദി സിലിണ്ടർ ആൻഡ് ദാറ്റ് ഈസ് ട്വൈസ് ദി ക്രാങ്ക് റേഡിയസ്. ക്രാങ്ക് റേഡിയസ് എന്താണോ അതിന്റെ ട്വൈസ് ആണ് സിലിണ്ടറിന്റെ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിയററ്റിക്കൽ ഇൻഡിക്കേറ്റർ ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്തത്. തിയററ്റിക്കൽ ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറയുന്നത് ഇവിടെ റെക്ടാംഗിൾ, യു ക്യാൻ സീ ദ റെക്ടാംഗിൾ ABCD. ആ റെക്ടാംഗിൾ ABCD you can see a dotted line EF here. This dotted line actually represents the atmospheric pressure head. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് H18 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. H18 എന്താണ്? ഇറ്റ് ഈസ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് നിങ്ങൾക്ക് അറിയാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ്? 1 bar പ്രഷർ. നമ്മൾ നോർമലി റഫ്ലി നമ്മൾ പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡിന്റെ വാല്യൂ 1 bar എന്ന് പറയും. ഇനി പ്രഷറിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് മീറ്റേഴ്സ് ഓഫ് വാട്ടർ ആയിട്ട് നമ്മൾ പറയുമ്പോഴാണ് അതിന്റെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. P/ρg എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെ പ്രഷർ ഹെഡ് എന്ന് പറയും. So this line represents, EF represents the what we call the atmospheric pressure head. ഇനി ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ആക്സിസ് നോക്കുക. Y ആക്സിസിൽ എന്താണ്? പ്രഷർ ഹെഡ് ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. X ആക്സിസിൽ സ്ട്രോക്ക് ലെങ്ത് പ്ലോട്ട് ചെയ്തത്. സ്ട്രോക്ക് ലെങ്ത് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് AB. അപ്പൊ EF ഞാൻ ഓൾറെഡി പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് ആണ് എന്ന് പറഞ്ഞു. ഈ ലൈൻ നോക്കുക. സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയും. സക്ഷൻ പ്രോസസ് ആണ്. ഇത് ഹാപ്പൻസ് നെഗറ്റീവ് പ്രഷർ, വാക്വത്തിലാണ്. ലോ പ്രഷർ ആയിരിക്കണം സിലിണ്ടറിന്റെ അകത്ത്. സോ ദി pressure head HS marked here, it is the suction pressure head. HS denotes the suction head, and this line AB represents the suction stroke. A and the suction the beginning, the B is the suction the end. This line AB represents the suction stroke. Similarly, CD എന്ന് പറയുന്നത് ഡെലിവറി സ്ട്രോക്ക് ആണ്. ഡെലിവറി പ്രോസസ് എപ്പോഴും എന്താണ്? ഗേജ് പ്രഷറിലാണ്. എക്സസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഹയർ പ്രഷർ ആയിരിക്കും. സോ അപ്പൊ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് FC, that is the delivery head, and this C beginning of the delivery stroke, D end of the delivery stroke, the line CD represents the what you call the delivery stroke. അപ്പൊ ABCD ഇതാണ് തിയററ്റിക്കൽ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിലെ ഇതിന്റെ അകത്ത് നൊട്ടേഷൻസ്. Then you can show this length as stroke length. AB or CD is the stroke length. കാര്യങ്ങളാണ് ഡയഗ്രാം നമുക്ക് മനസ്സിലാക്കും. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? എന്തിനാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രം പ്ലോട്ട് ചെയ്യുന്നത്? അതും കൂടി പറഞ്ഞതാണ്. നമുക്ക് തിയററ്റിക്കൽ ഇക്വേഷൻ ഫോർ ദി വർക്ക് ഇൻപുട്ട് ടു ദ പമ്പ്, ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ. ഗാമ AN/60 ഇൻറ്റു L ഇൻറ്റു S പ്ലസ് HD. ഇതില് ഈ ഗാമ എന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റ്, A എന്ന് പറയുന്നത് എന്താണ്? ഏരിയ, N is the speed of rotation, then L stroke length, HS plus HD എന്താണ്? ടോട്ടൽ ഹെഡ്, പമ്പിന്റെ ടോട്ടൽ ഹെഡ്. HS was suction head, delivery head. So what we have here is L into HS plus HD. അത് ഈ ഡയഗ്രമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് HS plus HD എന്ന് പറയുന്നത് ഈ റെക്ടാംഗിളിന്റെ സൈഡ് BC, അതുപോലെ തന്നെ L എന്ന് പറയുന്നത് റെക്ടാംഗിളിന്റെ സൈഡ് AB. So what we can see here is L in HS plus HD means area of this indicator diagram. So you can now relate the area of the indicator diagram to the work input of the pump. എന്താണ് ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറയുന്നത്? എന്താണ്? ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഏരിയ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സൈക്കിളില്, ഒരു സൈക്കിളാണ്. ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ ഒരു സക്ഷൻ സ്ട്രോക്കും ഒരു ഡെലിവറി സ്ട്രോക്കുമാണ് നമുക്ക് അതിനകത്തുള്ളത്. അപ്പൊ ഒരു സൈക്കിളില് എത്രമാത്രം വർക്ക് അതിനാവശ്യമുണ്ടെന്നുള്ളതാണ്, അതിന്റെ വർക്ക് ഇൻപുട്ട്, പമ്പിന് എത്രമാത്രം വർക്ക് വേണം എന്നുള്ളതാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഏരിയ റെപ്രസെന്റ് ഇൻ വൺ സൈക്കിൾ. ബട്ട് ദ ക്രാങ്ക് റൊട്ടേറ്റ്സ് n times, n revolutions in 1 minute, or we can say n/60 rotation per second.
അപ്പോൾ എത്ര റൊട്ടേഷൻസ് ഉണ്ടോ അത്ര സൈക്കിൾസ് വരും. സോ ദ ടോട്ടൽ വർക്ക് ഇൻപുട്ട് റിക്വയർഡ് ടു ദ പമ്പ് വിൽ ബി number of cycles into the work required in one cycle. So that is what written here, gamma an by 60 into indicator diagram area. So that is what how you can explain the significance of the indicator. The indicator diagram എന്താണ്, ഇതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇറ്റ് ആക്ച്വലി റെപ്രസെന്റ് ദി വർക്ക് ഇൻപുട്ട് റിക്വയർഡ് ഫോർ ദ പമ്പ്. അപ്പോൾ അതെങ്ങനെ റിലേറ്റഡ് ആണെന്നുള്ളത് ഈ രീതിയിൽ എക്സ്പ്ലെയിൻ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. Now we will consider ഈ ഡയഗ്രം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഡയഗ്രം എന്ന് പറയുന്നത് തിയററ്റിക്കൽ ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറയും. തിയററ്റിക്കൽ ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് തിയററ്റിക്കൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി ഐഡിയൽ കേസ്. ആക്ച്വൽ കേസിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പമ്പിൽ ഇതിന്റെ വർക്കിംഗിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത് പിസ്റ്റന്റെ ആക്സിലറേഷൻ, സെക്കൻഡ് തിങ് ഈസ് എഫക്ട് ഓഫ് ഫ്രിക്ഷൻ. ഈ രണ്ട് കേസും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആക്ച്വൽ ഡയഗ്രം ഇൻഡിക്കേറ്റർ ഡയഗ്രം വിൽ ബി ഡിഫറെന്റ് ഫ്രം ദി തിയററ്റിക്കൽ ഇൻഡിക്കേറ്റർ ഡയഗ്രം. ഇനി അത് ആ മോഡിഫിക്കേഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഇതിൽ ആക്സിലറേഷന്റെ എഫക്ട് നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വെക്കേഷൻ മുമ്പുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്നിരുന്നാൽ പോലും ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ നോക്കുക, ഇവിടെ കാണിച്ചിരിക്കുന്നത് കണക്ടിംഗ് റോഡ്. ഈ കണക്ടിംഗ് റോഡിന്റെ എൻഡിലാണ് പിസ്റ്റൺ കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ദിസ് ക്രാങ്ക് റൊട്ടേറ്റിംഗ്. Now what you have to understand from this diagram is that when the crank rotates, the piston is not moving with uniform speed. Piston speed uniform ആയിരിക്കും. Whether the piston will be moving with uniform speed? Hello? Are you people there? Hello? Yes, sir. Yes, sir. Piston movement എങ്ങനെ ആയിരിക്കും? Whether the piston will be moving with a uniform speed or it will be subjected to acceleration or deceleration? No idea. ഇത് ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം പിസ്റ്റൺ വിൽ ബി ഗെറ്റിംഗ് ആക്സിലറേറ്റ് ആൻഡ് ഡീസിലറേറ്റ് എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ നോക്കുക, ഓൾറെഡി നമ്മൾ പറഞ്ഞു സക്ഷൻ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഇതിന്റെ ലെഫ്റ്റ് എൻഡ് ആണ്. ലെഫ്റ്റ് എൻഡ് പിസ്റ്റൺ start starting from the left, and that means start from west. The velocity at this point will be 0. Then the journey of this piston stops when it reaches the right end. Right end എത്തുമ്പോൾ വീണ്ടും അവിടെ പിന്നെ റിട്ടേൺ ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് എന്തായിരിക്കണം? ഡയറക്ഷൻ തിരിയണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി 0 ആവണം. That means at the ends you have velocity 0. പിസ്റ്റന്റെ രണ്ട് എൻഡിൽ ലെഫ്റ്റ് എൻഡിൽ we can see inner dead centerലും outer dead centerലും crank positions വരുമ്പോൾ velocity of the piston is 0. പിന്നെ piston move ചെയ്യുന്നുണ്ട്. That means the piston actually accelerates from 0 velocity at the inner dead center, and it will be getting maximized at some point. Then it again reaches to 0 at the other end. അതാണ് നമ്മൾ ഈ ഡയഗ്രത്തിൽ ഇവിടെ നോക്കുക. ക്രാങ്ക് റൊട്ടേഷനിൽ തീറ്റ 0 പൊസിഷനിലാണ്. ഈ ക്രാങ്ക് when the crank starts from theta equal to 0 and it reaches theta equal to 90. Theta equal to 90 വരുമ്പോൾ എവിടെയായിരിക്കും ഈ ക്രാങ്ക്? It will be vertical. The velocity will be reaching maximum. The piston velocity will be maximum when the crank angle theta is 90. Again, the velocity getting reduced and it will be reaching 0 when the crank reaches at theta equal to 180. So theta equal to 0 velocity 0 ആണ്. Piston move ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡ് കൂടും, വെലോസിറ്റി കൂടി ഒരു പെർട്ടിക്കുലർ പോയിന്റ് തീറ്റ 90 വരുമ്പോൾ മാക്സിമം വെലോസിറ്റി ആയി. Then it reaches 0. അതായത് ഫസ്റ്റ് നമ്മൾ സക്ഷൻ സ്ട്രോക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സക്ഷൻ സ്ട്രോക്ക്, ദാറ്റ് ഈസ് theta equal to 0 to theta equal to 90. First half of the suction stroke, piston accelerates. Then during the second half of the suction stroke, that is theta equal to 90 to theta equal to 180 degree, piston retards or piston decelerates. അപ്പോൾ സക്ഷൻ സ്ട്രോക്കിന്റെ ഒരു ഹാഫിൽ തീറ്റ 90 ഡിഗ്രി വരുന്ന ക്രാങ്കിന്റെ റൊട്ടേഷൻ വരുന്ന ഒരു പിസ്റ്റൺ ആക്സിലറേറ്റ് ഉണ്ടാവും. പിന്നെ വീണ്ടും സ്പീഡ് കുറഞ്ഞ് റൈറ്റ് എൻഡിൽ എത്തുമ്പോൾ 0 ആവണം, എന്നാലേ പിസ്റ്റൺ നിൽക്കുള്ളൂ അവിടെ. So the acceleration, piston is getting accelerated during the first lap and it is getting retarded during the second lap. ഇത് തന്നെയാണ് ഡെലിവറി സ്ട്രോക്കിന്റെ കേസിലും. ഡെലിവറി സ്ട്രോക്കിൽ 180 to 360 ഡിഗ്രി റൊട്ടേഷനിൽ സെക്കൻഡ് ഹാഫ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ക്രാങ്കിൽ 180 ഡിഗ്രി 360 ഡിഗ്രി വരുമ്പോൾ, 180 ഡിഗ്രി 270 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിസ്റ്റൺ ആക്സിലറേറ്റ് ചെയ്യും. ഡെലിവറി സ്ട്രോക്കിൽ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും.
theta 170 വരുമ്പോൾ velocity of the piston will be maximum, then again velocity getting reduced and it will be becoming zero when it returns to the left end, when the piston returns to the left end. That means the piston is subject to acceleration and deceleration inside the cylinder. ഇനി ഇത് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒരു പിസ്റ്റൺ മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ കൂടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നുണ്ട്. പിസ്റ്റൺ ആക്സിലറേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ സിലിണ്ടറിന്റെ അകത്തുള്ള ഫ്ലൂയിഡ് ആക്സിലറേറ്റഡ് ആവും. സിലിണ്ടറിന്റെ അകത്തുള്ള ഫ്ലൂയിഡ് ആക്സിലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ പൈപ്പിലുള്ള ഫ്ലൂയിഡിനും ഈ ആക്സിലേറ്റഡ് മോഷൻ ആയിരിക്കും. എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത് അതേ രീതിയിലായിരിക്കും. സോ ദ എഫക്ട് ഓഫ് ആക്സിലറേഷൻ ആസ് വെൽ ആസ് effect of acceleration and deceleration of the piston is affected to the fluid in the cylinder as well as the fluid inside the pipe. So that has to be studied. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതനുസരിച്ച് നമ്മൾ പിസ്റ്റന്റെ സ്പീഡും കാര്യങ്ങളും ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് പിസ്റ്റൺ സ്പീഡ്, velocity of the piston and the accelerator of the piston, we derived these equations. We developed the equation for velocity of fluid in the suction pipe, fluid and the velocity Vs. Similarly, velocity of the pipe in the delivery pipe. All these equations we have derived in the previous class. Vs. Then what we finally formulated is the equation of the pressure head due to acceleration of the piston. Piston accelerate ചെയ്യുന്നു അല്ലെങ്കിൽ റിട്ടാർഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്ന ഹെഡ്, പ്രഷർ ഹെഡ് എന്താണെന്നുള്ളത് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് ആ ഇക്വേഷനാണ് ഇവിടെ രണ്ട് റെക്ടാംഗിൾസ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് യെല്ലോ റെക്ടാംഗിളിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് സക്ഷൻ പൈപ്പിലെ ആക്സിലറേഷൻ പ്രഷർ ഹെഡും, ബ്ലൂ റെക്ടാംഗിളിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് ഡെലിവറി പൈപ്പിലെ ആക്സിലറേഷൻ പ്രഷർ ഹെഡുമാണ്. അപ്പൊ നോക്കുക ഇക്വേഷൻസിൽ നൊട്ടേഷൻസിൽ LS സക്ഷൻ പൈപ്പിന്റെ ലെങ്ത്, AP പിസ്റ്റന്റെ ഏരിയ, AS എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദി സക്ഷൻ പൈപ്പ്, തീറ്റ ക്രാങ്ക് ആംഗിൾ റൊട്ടേഷൻ, ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ സ്പീഡ്, 6 ക്രാങ്ക് റേഡിയസ്. അപ്പൊ ഇത് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് റെക്ടാംഗിളിന്റെ അകത്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സിലറേഷൻ ഇൻ ദി സക്ഷൻ പൈപ്പ്. സക്ഷൻ പൈപ്പിലെ വെലോസിറ്റി വേരിയേഷൻസ് അതിലുണ്ടാക്കുന്ന പ്രഷർ ഹെഡിന്റെ വാല്യൂ ആണിത്. സിമിലർലി ദ സെക്ഷൻ ഡെലിവറി പൈപ്പിലെ ആക്സിലറേഷൻ പ്രഷർ ഹെഡ് ആണ് രണ്ടാമത്തെ ഇക്വേഷൻസ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദിസ് പ്രഷർ ഹെഡ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദി ക്രാങ്ക് ആംഗിൾ. തീറ്റയുടെ വാല്യൂവിനെ മാറുന്നതനുസരിച്ചിട്ട് ഇതിന്റെ വാല്യൂ മാറും. ഇനി അതാ നമ്മൾ പിന്നെ കണ്ടത് എന്താണ്, ബിഗിനിങ് ഓഫ് ദ സക്ഷൻ സ്ട്രോക്ക്. സക്ഷൻ സ്ട്രോക്ക് എടുക്കുവാണെങ്കിൽ അറ്റ് ദ ബിഗിനിങ് വി ഹാവ് തീറ്റ 0 അല്ലേ. ക്രാങ്ക് ആംഗിൾ തീറ്റ ഓൾറെഡി പറഞ്ഞതാണ്, ക്രാങ്ക് സ്റ്റാർട്ടിംഗ് ആണ് റൊട്ടേഷൻ. തീറ്റ 0 വരുമ്പോൾ എന്താണ്, തീറ്റ 0 വരുമ്പോൾ ഇവിടെ നോക്കുക കോസ് തീറ്റ എന്തായിരിക്കും, 1 ആയിരിക്കും. സോ ദാറ്റ് ആക്സിലറേഷൻ പ്രഷർ ഹെഡ് വിൽ ബി LS AP GAS into omega square R. Now the total pressure head സക്ഷൻ സ്ട്രോക്കിന്റെ തുടക്കത്തില് ടോട്ടൽ പ്രഷർ ഹെഡ് എന്തായി, നമ്മൾ ആക്സിലറേഷൻ എഫക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ടോട്ടൽ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് HS plus HAS. അത് നേരത്തെ നമ്മൾ എന്താ തിയററ്റിക്കൽ ഡയഗ്രം പറഞ്ഞപ്പോൾ HS മാത്രം ഉണ്ടായിരുന്നുള്ളൂ. Now the total pressure head at the beginning of the suction stroke is suction head HS plus acceleration head. Now at the beginning, at the middle, theta 90 degree വരുമ്പോൾ cos theta 0 ആണ്. എന്താണ് HAS ന്റെ വാല്യൂ 0 ആയി, ആ ഇക്വേഷൻ 0 ആയി. ഒമേഗ സ്ക്വയർ R cos theta ആണ്. So the acceleration pressure head at the middle of the stroke, suction stroke is 0. So that the total pressure head again same as HS. Then at the end of the suction stroke we have theta 180. Suction stroke എന്താകുമ്പോൾ ക്രാങ്ക് 180 ഡിഗ്രി റൊട്ടേഷൻ കഴിഞ്ഞു. So that now you have this equation, the same pressure head value same ആണ്, but it is negative because 180 വരും. Cos 180 വരുമ്പോൾ it is -1. So you have this quantity, so that the total pressure at the end of the suction stroke is HS minus HAS. ഇവിടെ നേരത്തെ ആഡ് ചെയ്തപ്പോൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാൻ കാരണം it is getting reduced. So HS minus HAS is the total suction head value at the end of the suction stroke. ഇത് suction stroke in the കേസിലാണെങ്കിൽ similar equation you can obtain for delivery side also. Delivery side ഇതേ equations നമ്മൾ ഡിറൈവ് ചെയ്തു. ഡെലിവറി സ്ട്രോക്കിന്റെ ബിഗിനിങ്ങിലെ HAD വാല്യൂ, ഇത് എൻഡിലെ വാല്യൂ this one with a negative sign, and at the middle of the delivery stroke we have
delivery head value, I mean, delivery acceleration head value 0 because theta 270 degree അല്ലെങ്കിൽ theta 90 degree എന്ന് പറയുന്നത് നമ്മൾ 0 തിരിച്ചുള്ള 0 to 180 എടുക്കുകയാണെങ്കിൽ അവിടെയും എന്തായിരിക്കും ഡെലിവറി സ്ട്രോക്കിന്റെ മിഡിലും ആക്സിലറേഷൻ ഹെഡിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ ഈ ആക്സിലറേഷൻ പ്രഷർ ഹെഡ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആക്സിലറേഷൻ എഫക്ട്സ് കൺസിഡർ ചെയ്യണമെങ്കിൽ the theoretical indicator diagram will now get modified. ഇതെല്ലാം കഴിഞ്ഞ ഇതിന്റെ അകത്ത് പറഞ്ഞതാണ്. അപ്പോൾ നോക്കുക, നേരത്തെ നമ്മൾ ABCD, you can see that dotted line which we said the theoretical indicator diagram. This is our theoretical indicator diagram. ABCD rectangle നേരത്തെ പറഞ്ഞ rectangle ആയിരുന്നു. Now how it get modified? ഇവിടെ നോക്കുക, സെക്ഷന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് A ആണ് ബിഗിനിങ്. നേരത്തെ HS മാത്രമായിരുന്നു സെക്ഷൻ ഹെഡ്. Now when you consider the acceleration effects, the total pressure head at the beginning is HS plus HAS. ഇവിടെ ആഡഡ് ആയി. അതേസമയം മറ്റേ റൈറ്റ് എൻഡിൽ വരുമ്പോൾ സബ്ട്രാക്റ്റഡ് ആയി. നേരത്തെ B എന്നുള്ള FB ആയിരുന്നു. Now it is reduced to FB dash. That is this point, this FB dash is HS minus HAS. That is the total pressure head at the end of the suction stroke. Similarly, delivery side എടുക്കുകയാണെങ്കിൽ C now shifted to C dash, so that the total pressure head at the beginning, ഡെലിവറി സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സി എന്നാണ്. അപ്പൊ ആക്സിലറേഷൻ എഫക്ട്സ് വരുമ്പോൾ സി ഡാഷ് എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ വരുന്നത്. ദാറ്റ് മീൻസ് ദ ടോട്ടൽ പ്രഷർ ഹെഡ് ഈസ് നൗ HB plus HAD. ഇവിടെ ഇൻക്രീസ് ആയി, ഈ എൻഡിൽ കുറഞ്ഞു, HB minus HAD. സോ ദാറ്റ് നൗ ദ ഡയഗ്രാം ABCD earlier what you drawn, now it get modified to A dash, B dash, C dash, D dash. So this is the theoretical indicator. Sorry, this is the indicator diagram for a single acting pump if we include the acceleration effects. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഏരിയ മാറുന്നില്ല. കാരണം ഈ നേരത്തെയുള്ള റെക്ടാങ്കിൾ അതേ റെക്ടാങ്കിളിന്റെ എത്ര ഏരിയ ആണ് എൻക്ലോസ്ഡ് ആയിരിക്കും, അത്രേ റെക്ടാങ്കിൾ ഏരിയ തന്നെ ആയിരിക്കും ഈ പുതിയ ഡയഗ്രത്തിന്റെ അകത്ത്. കാരണം ഇവിടെ നമുക്ക് നോക്ക്, രണ്ട് എൻഡിലും ഇൻക്രീസ് ആവുന്ന വാല്യൂ ഡിക്രീസ് ആവുന്ന വാല്യൂ സെയിം എമൗണ്ട് ആണ്. ഈ റൈറ്റ് എൻഡിൽ ആഡ് ചെയ്തതും ലെഫ്റ്റ് എൻഡിൽ സബ്ട്രാക്ട് ചെയ്തായാലും ആ വാല്യൂസ് എല്ലാം മാറും, സെയിം ആണ്. സോ ദാറ്റ് the area of the area enclosed by the indicator diagram does not change. That means the effect of acceleration or deceleration does not affect the total work input. നമ്മൾ പറഞ്ഞു ഈ ഏരിയ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഏരിയ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, വർക്ക് ഇൻപുട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഏരിയ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ വർക്ക് ഇൻപുട്ട് ഹാസ് നോ എഫക്ട്. പിന്നെ ഇതിന്റെ എഫക്ട് വരുന്ന എവിടെയാണ്? ഇവിടെ നോക്കുക, ഒരു സൈഡിലെ പ്രഷർ കൂടി, സെക്ഷൻ സൈഡിലെ പ്രഷർ ഹെഡ് കൂടി. ഇതൊരു പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ ഇതിൻ്റെ അകത്ത് ഓർക്കുന്നുണ്ടാവും, നമുക്ക് മാക്സിമം സക്ഷൻ ഹെഡ് തിയററ്റിക്കലി വിൽ സേ 10.3 meters ഓഫ് വാട്ടർ. അതിനെക്കാട്ടും ലോവർ സക്ഷൻ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ there will be the effect of separation. അപ്പൊ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് ആക്സിലറേഷൻ ആൻഡ് ഡീസലേഷൻ എഫക്ട്സ് ആർ നോട്ട് ഡിസൈറബിൾ in the pump operation. So that has to be something which has to be addressed. അത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് പറയാം. So the theoretical indicator diagram now get modified to A dash, B dash, C dash, D dash when you consider the effect of acceleration into account. Now let us consider the second point. See the effect of friction on the indicator diagram. Effect of friction on the indicator diagram നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നോക്കുക. H of equal to 4FLV square by 2GD. ഇതെന്താണ് ഇക്വേഷൻ? ഏതാണ്? Anyone remembering this equation? 4FLV square by 2GD. Hello. Hello. Yes sir. എന്താണ് ഇക്വേഷൻ? ഏതാണ്? FLV square by 2GD. അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ യു ക്യാൻ റീഡ് ഇറ്റ്. ഏത് ഇക്വേഷൻ ആണത്? നോട്ട് ദെയർ. 4FLV square by 2GD. I have written there on the slide. നിങ്ങൾ സ്ലൈഡ് കാണുന്നില്ല നിങ്ങൾ? ഹലോ. No one is answering. What does it mean? നിങ്ങളെന്താ ആൻസർ ചെയ്യാത്തതാണ്? നിങ്ങൾ ആരും ഇല്ല അവിടെ? ഗഹൻ, are you there? ഗഹൻ. Yes sir.
ഉണ്ടോ? അപ്പുറത്തുണ്ടെങ്കിൽ പറയൂ. നോട്ട് ലിസണിങ്? You are not listening? Yes, sir. Then tell me, what ഈ ഇക്വേഷൻ നേരത്തെ പരിചയമുള്ളതാണോ? First ഫസ്റ്റ് മൊഡ്യൂളിലോ? 4FL(v²/2gd) എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് മൊഡ്യൂളിലൊന്നും ഞാൻ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞു കാണും. പക്ഷെ അത് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഇക്വേഷൻ ഒന്നും അല്ലത്. ഏതാണ് ഇക്വേഷൻ? എനിവൺ? എനിബഡി? എന്തായാലും ഈ ടോപ്പിക്ക് കഴിയാതെ ഞാൻ നിർത്തുന്നില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന പോർഷൻ കഴിഞ്ഞിട്ട് നിർത്തുള്ളൂ. whether you are there or not, listening or not. നവീൻ ജി ഐസക്. നവീൻ ജി ഐസക് ആണോന്ന് അറിയില്ല. നവീൻ ഉണ്ടോ? നവീൻ ഉണ്ടോ? സാർ നവീന, ഈ ഇക്വേഷൻ ഏതാണ്? അവിടെ എഴുതിയിരിക്കുന്നെങ്കിലും വായിക്കുക. എന്റെ സമാധാനത്തിൽ നിന്ന് വായിക്കുക. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. സൈഡ് കാണുന്നുണ്ടോ? കാണാം സാർ. ഡാർസിസ് ഇക്വേഷൻ, ഹെഡ് ലോസ് ഡ്യൂ ടു head loss due to friction. Okay, right. At least you are able to read. So the effect of friction നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അക്കൗണ്ട് ചെയ്യേണ്ടത് what is the head loss that occur in the friction, head loss occurring due to friction in the system. The head loss എവിടെയാണ് ഉണ്ടാവുക? സക്ഷൻ പൈപ്പ് ഉണ്ട്, ഡെലിവറി പൈപ്പ് ഉണ്ട്. So the passages, friction in the passages has to be taken into account. So to account frictional head loss, we can use Darcy's equation. So the Darcy's equation is HF is 4FL(v²/2gd) അവിടെ F എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. That is എന്താണ്? ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ്, L ലെങ്ത് ഓഫ് ദ പൈപ്പ്, V വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ്, D diameter of the pipe, G acceleration due to gravity. So if you have the velocity of fluid, അവിടെ V എന്ന് പറയുന്നത് എന്താണ്? We have this fluid velocity equation. പൈപ്പിലെ വെലോസിറ്റി, സക്ഷൻ പൈപ്പ് ആണെങ്കിൽ സക്ഷൻ പൈപ്പിലെ വെലോസിറ്റി, ഡെലിവറി പൈപ്പ് ആണ് ഡെലിവറി പൈപ്പിലെ വെലോസിറ്റി ആണ് V notation. That equation we have already derived. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ ആക്സിലറേഷൻ എഫക്ട് സ്റ്റഡി ചെയ്തപ്പോൾ fluid velocity and equations അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. You can go through it. So the equation for velocity of fluid in the pipeline is AP/A omega r sin omega t. AP piston area, A cross section area of the pipe, omega angular speed, r crank radius, omega t എന്ന് പറയുന്നത് theta. This is theta, sin theta. So what you can infer from this equation is that head loss due to friction is variation is parabolic. കാരണം ഇത് വെലോസിറ്റി സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണ്. നേരത്തെയുള്ള ഇക്വേഷൻസിലൊക്കെ ആണെങ്കിൽ വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലീനിയർ വേരിയേഷൻ ആയിരുന്നെങ്കിൽ നൗ head loss variation with friction velocity, what you can see is a parabolic variation. Second order equation ആണ്. So parabolic ആണ് variation എന്ന് പറയാൻ നമുക്ക്. So that we will now consider. So if we consider the suction stroke എടുക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ beginning of the suction stroke? What is theta? What is the suction at the beginning of the suction stroke? Theta value 0. Theta 0 ആയിരിക്കും. Sin theta 0 ആണെന്നുണ്ടെങ്കിൽ what does it mean with respect to this, HF ന്റെ value 0 ആയിരിക്കും. That means at the beginning of suction stroke, head loss due to friction is 0. Theta equal to 0. Beginning of the suction stroke, you have friction head loss 0. Then you take the end of the suction stroke. Theta എത്രയാണ്? Suction stroke end ചെയ്യുന്നത് എവിടെയാണ്? Theta 90. no ending. Ending 180. Theta 180 വരുമ്പോൾ the rotation completes half cycle. That means suction stroke completes. Sin 180 is again 0. That means head loss due to friction at the end of the suction stroke is also 0. Then where it is maximum? 90. Theta equal to 90 variable sin theta value 1. So that means at the middle of the suction stroke we have the head loss due to friction is maximum. So in between it increases. First already I am പറഞ്ഞു, first half of rotation of the crank, first half of the suction stroke, you have accelerated motion of the piston. Piston accelerated move ചെയ്യുന്ന എന്താ meaning?
വെലോസിറ്റി കൂടും. അതേസമയം സെക്കൻഡ് സ്ട്രോക്കിന്റെ 90 ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള പാർട്ടില് സെക്കൻഡ് ഹാഫില് വെലോസിറ്റി കുറഞ്ഞ് വെലോസിറ്റി 0 ആവും. ദാറ്റ് മീൻസ് that variation from 0 at the ends to maximum value at the center is parabolic. ആ വേരിയേഷൻ ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. So the same thing what just now we discussed, that is here. ഇവിടെ നോക്കുക theta equal to 0, you have total head value is theta equal to 0 വരുമ്പോൾ total pressure head at the beginning of the suction stroke is HS. HS എന്ന് പറയാൻ കാരണം ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആക്സിലറേഷൻ പ്രഷർ ഹെഡിന്റെ കാര്യം ഇപ്പൊ പറയുന്നില്ല. ദാറ്റ് വി വിൽ കമ്പൈൻ ലേറ്റർ. ഫ്രിക്ഷന്റെ ആക്സിലറേഷൻ എഫക്ട്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഡയഗ്രം നമുക്ക് ഏറ്റവും അവസാനം പറയാം. ഇപ്പൊ ഫ്രിക്ഷന്റെ എഫക്ട് മാത്രം എടുക്കുകയാണെങ്കിൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സക്ഷൻ സ്ട്രോക്ക് വി ഹാവ് HS ഓൺലി. കാരണം സക്ഷൻ സ്ട്രോക്കിന്റെ ബിഗിനിങ്ങില് ഫ്രിക്ഷൻ ഹെഡ് ലോസ് 0 എന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. സോ ദ ടോട്ടൽ പ്രഷർ ഹെഡ് ഈസ് HS ഓൺലി. At the middle of suction stroke, theta 90 degree വരുമ്പോൾ എന്താണ് HFS ന്റെ വാല്യൂ ഉണ്ട്, sin theta 1 ആയി. So this is the maximum HFS value at the middle, theta value. HFS equal to 4FLS by 2GDS into AP by AS into omega R square. ഇവിടെ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ് സക്ഷൻ സ്ട്രോക്കിന്റെ മിഡ് പോയിന്റിൽ, അതായത് theta 90 ഡിഗ്രി ലൊക്കേഷനിലുള്ള മാക്സിമം ആൻഡ് ഹെഡ് ലോസ് വാല്യൂ. And at that point, what is the total head? HS plus HFS. And at the end of the suction stroke again, HFS is 0, so that the total pressure value is, you have only HS. HS മാത്രമേ. The same thing you can repeat in the case of delivery side also. HD at the beginning of delivery stroke we have HD. At the middle you have HD plus HFD. At the ends, at the delivery stroke in the end, again friction head is 0. HD value is, sorry, the total pressure head is only HD. So if you take into account this effect of acceleration on suction and delivery side, your modified indicator diagram will be like this now. So നോക്കുക, നേരത്തെ ABCD ആയിരുന്നു. ഇപ്പോ എന്താ സംഭവിച്ചെന്ന് നോക്കുക, ഇത് ബിഗിനിങ് നോക്കുക. എന്താണ് ബിഗിനിങ്ങില് നേരത്തെ AE ആണ് ടോട്ടൽ ഹെഡെങ്കിൽ, ഇപ്പോഴും മാറ്റമില്ല. അതെന്താണ്, സക്ഷൻ സ്ട്രോക്കിന്റെ തുടക്കത്തില് ആക്സിലറേഷന്റെ ഹെഡ് ഇല്ല. എവിടെയാ ഹെഡ് മാക്സിമം വരുന്നത്? മിഡില്. ദാറ്റ് ഈസ് theta equal to 90 പൊസിഷനിൽ you have maximum head loss, and at the end again frictional head loss is 0. So that now you have this area, ഒരു പാരബോളിക് ഏരിയ ഇവിടെ നേരത്തെയുള്ള ഡയഗ്രത്തിന് കൂടെ ആഡഡ് ആയിട്ട് വന്നിട്ടുണ്ട്. So that represents the താഴെയുള്ള പാരബോളിക് ഏരിയ, അതിന്റെ അകത്തുള്ള ഏരിയ റെപ്രസെന്റ് ചെയ്യുന്നത് ഹെഡ് ലോസ്, ഫ്രിക്ഷണൽ ഹെഡ് ലോസ് വരുമ്പോൾ ഉള്ള ഇൻക്രീസ് ആണ്. Similarly, you can have another parabolic area here on the top side, CHD. A curve in the enclosed area represents the head loss due to friction during the delivery stroke. Now, what you can understand from the diagram is that the effect of friction actually increases the total area enclosed. നേരത്തെ ആക്സിലറേഷൻ എഫക്ട്സ് കൺസിഡർ ചെയ്തിട്ടുള്ള നമ്മൾ ആ റെക്ടാങ്കിളിന്റെ ഏരിയ മാറുന്നില്ല, അവിടെ ഷേപ്പ് മാത്രമേ മാറിയിട്ടുള്ളൂ. അത് നേരെ 90 ഡിഗ്രി ആയിട്ടുള്ള സൈഡ്സുള്ള ആംഗിൾ ഉള്ളത് ഒരു എന്താണ് പറയുന്നത്, പാരലോഗ്രാം അത് നമുക്ക് പറയാന്നുണ്ടെങ്കിൽ, ഇവിടെ ഷേപ്പിൽ മാത്രമല്ല ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ചേഞ്ച് എന്താണ്, ടോട്ടൽ ഏരിയ ഈസ് ആൾസോ. നേരത്തെ ഉള്ള ഏരിയ ഓൾറെഡി അവിടെ അതുപോലെ തന്നെ ഉണ്ട്, ABC അതുപോലെ തന്നെയുണ്ട്. അഡീഷണൽ ഏരിയ now included in the indicator diagram. So now your modified indicator diagram considering the effect of friction is A, G, B, C, H, D. നേരത്തെ ഉള്ള AD ലൈൻ അവിടെ ഡോട്ടഡ് ആയിട്ട് കാണിച്ചാൽ മതി. So the total area now, total indicator diagram is now A, G, B, C, H, D. So this increased, this shows that the indicator diagram area has increased. And what does it mean? ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഏരിയ കൂടി എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഹലോ, ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്തു എന്ന് വെച്ചാൽ എന്താ അതിന്റെ മീനിങ്? നിതിൻ ഉണ്ടോ? നിതിൻ ആർ
നിതിൻ ആർ, മിഥുൻ എം. ആരാ? നിതിൻ ആർ പറയൂ, എവിടെയായിരുന്നു? ഉണ്ടായിരുന്നു സാർ. മൈക്ക് ഓണാക്കിയില്ല, ഞാൻ സംസാരിക്കുകയായിരുന്നു. ആരുമായിട്ട് സംസാരിക്കുകയായിരുന്നു? മൈക്ക് ഓണാക്കിയില്ല, സംസാരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ട് കാണുമല്ലോ. എന്നിട്ട് പറയോ? ഞാൻ ചോദിച്ചത് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഇപ്പൊ നേരത്തെ നമ്മൾ തിയറട്ടിക്കൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. സോ ഇൻ ദിസ് ഡയഗ്രാം you have theoretical indicator diagram ABCD. So when you consider the friction effects, now the diagram is modified to AGBCHD. That what you can see from the diagram is that the area of the diagram has increased. നേരത്തെ ABCD എന്നുള്ള റെക്ടാങ്കിളിനകത്തെ ഏരിയ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അഡീഷണൽ ആയിട്ട് രണ്ട് പാരബോളിക് ഏരിയ കൂടി ഇതിന്റെ കൂടെ ടോട്ടൽ ഡയഗ്രത്തിലൂടെ ആഡഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് എന്ന് പറയുന്നത്? ഓൾറെഡി ഐ എക്സ്പ്ലെയിൻഡ് ഹൗ യു ക്യാൻ റിലേറ്റ് ദിസ് ഏരിയ ഓഫ് ദി ഇൻഡിക്കേറ്റർ ഡയഗ്രം ടു ദ വർക്ക് ഇൻപുട്ട്. പമ്പിന്റെ വർക്ക് റിക്വയർമെന്റിന് എന്താണ് റിലേഷൻ എന്ന് ഞാൻ പറഞ്ഞു. സോ ഇഫ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഷുഡ് ബി ഏബിൾ ടു. ഹെഡ് ലോസ് കൂടിയ ഓക്കെ, അത് മനസ്സിലായി. ഹെഡ് ലോസ് അവിടെ വന്നു. ഹെഡ് ലോസ് വന്നപ്പോൾ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഏരിയ ഫ്രിക്ഷൻ ഹെഡ് ലോസ് വന്നപ്പോൾ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഏരിയ കൂടി. ഏരിയ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? അതിൽ നമുക്ക് ഇൻഫർ ചെയ്യേണ്ടത് എന്താണ്? ഹൗ ദിസ് ഈസ് റിലേറ്റഡ് ടു ദ വർക്ക് ഇൻപുട്ട്. ഞാനൊരു ഇക്വേഷൻ എടുത്ത് കാണിച്ചില്ല. ഇത് ആരോടാ കാണിച്ചത്? ആരാ അത് കണ്ടത്? നിങ്ങളൊന്നും കണ്ടില്ല. ഈ ഏരിയ വർക്ക് കൂടുമ്പോഴല്ലേ ഏരിയ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഏരിയ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ടെൽ മീ what do you mean by the area of the indicator, or what does it represent? Indicator diagram area എന്താണ് represent ചെയ്യുന്നത്? Okay, I'll move to some other person. റിയാസ് ഉണ്ടോ? റിയാസ് ഉണ്ടോ? റിയാസ്, ഇന്ന് എനിക്ക് ധാരാളം സമയമുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് ഇല്ല നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് പോകത്തുള്ളൂ. റിയാസ്, ഇതെന്താ വണ്ടി ഓടിക്കുവാണ്? അല്ല സാർ, വീട്ടിലാണ്. എന്നാ പറഞ്ഞു. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാമോ? ഏരിയ ഇയാൾ പിന്നെ എന്തോ കേട്ടോണ്ടിരിക്കുന്നത്? ഇപ്പൊ അയാൾക്ക് വേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്തു. ഞാൻ രണ്ടു തവണ റിപ്പീറ്റ് ചെയ്തു. ഈ ഏരിയ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഏരിയ എന്താണ് മീൻ ചെയ്യുന്നത്? മീൻ ഹൈറ്റ്. മീൻ ഹൈറ്റോ? ഏത് മീന്? ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഏരിയ എന്താണ് റിപ്രസെന്റ് ചെയ്യുന്നത്? നിങ്ങൾ ഇത് വെറുതെ കേട്ടോണ്ടിരിക്കും. കാര്യം അടുത്ത ക്ലാസ് മുതൽ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ട് ഇരിക്കും. ഞാൻ ചോദിക്കാം, നിങ്ങൾ ഒന്നാമതെ ഒരു മനുഷ്യനെ ഇത് കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ. എന്താ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഏരിയ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഞാനത് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ ടച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ടുള്ളവർക്ക് കുഴപ്പമില്ല. ഒന്നും വായിക്കാതെ വന്നിരിക്കുന്നവര്, കേൾക്കാനുള്ള മനസ്സുള്ളവര്, ഇതിൽ മനസ്സിലാക്കണമെന്നുള്ളവർ മനസ്സിലാക്കേണ്ട പറ്റിയിട്ടാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത്. എന്റെ സമയം കളഞ്ഞതാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗത് വർക്ക് ഡൺ ആണോ? ഇതിലാണ് വർക്ക് ഇൻപുട്ടാണ്. അതെ അതെ. ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ഏരിയ ഇറ്റ് ഇൻഡിക്കേറ്റ് gives the account of the work input to the pump. പമ്പിന്റെ വേണ്ട വർക്ക് എത്ര എന്നുള്ളത് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ the answer to my second question, by considering the effect of friction, indicator diagram area has increased. So what does it mean? വർക്ക് ഡൺ ഇൻക്രീസ്. വർക്ക് ഡൺ ഇൻക്രീസ്, അത്രേ പറയാനുള്ളൂ. അത് പറയാനായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല. നെറ്റ് ഈ ലോഗിൻ ചെയ്ത് അവിടെ ഓൺ ചെയ്തിട്ട് ഏതെങ്കിലും വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇതൊന്നും കേൾക്കത്തില്ല. പിന്നെ ഓക്കെ, വട്ടവർ യു ആർ ഡൂയിങ്, എനിക്കതുകൊണ്ട് കാണാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് വിൽ
we continue. Okay. Okay. അപ്പോൾ അതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. Indicator, what you can understand from this diagram is that the effect of friction causes the area of the indicator, it increases the indicator diagram area. So that means the total work now has increased. കാരണം കൂടുതൽ വർക്ക് ഫ്രിക്ഷൻ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ കൂടി പമ്പിനെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. So the area of the indicator diagram increased, that means that the total work input requirement of the pump has increased. Now let us consider the effect of friction and acceleration together. ഇതിപ്പോൾ ഈ ഡയഗ്രാം വരച്ചിരിക്കുന്നത് ഫ്രിക്ഷന്റെ എഫക്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നേരത്തെ ഒരു ഡയഗ്രാം കാണിച്ചത് ആക്സിലറേഷൻ എഫക്ട് മാത്രമേ കണ്ടായിരുന്നുള്ളൂ. Now let us plot the indicator diagram by considering the effect of friction and acceleration. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങൾ ഈ സ്ലൈഡിൽ ഞാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഓരോ പോയിന്റ് നമ്മൾ എടുക്കുന്ന 3 പോയിന്റ്സ് ആണ് ഓരോ സ്ട്രോക്കിലും. അതിന്റെ ബിഗിനിങ്, മിഡിൽ, എൻഡ്. ഈ 3 പൊസിഷൻസിലും എന്താണ് ടോട്ടൽ ഹെഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയഗ്രാം പെട്ടെന്ന് വരയ്ക്കാം. ഇപ്പൊ സക്ഷൻ സ്ട്രോക്ക് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രഷർ ഹെഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സക്ഷൻ സ്ട്രോക്ക് എന്താണ്? HS + HAS. കാരണം സക്ഷൻ സ്ട്രോക്കിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ ഇപ്പൊ തൊട്ട് മുമ്പ് പറയുന്നതാണ് ഫ്രിക്ഷണൽ ഹെഡ് 0 ആണ്. അപ്പൊ അവിടെ ആക്സിലറേഷൻ ഹെഡിന്റെ വാല്യൂ നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. So that is there, HS + HAS. Now the total pressure head at the middle of the suction stroke is HS + HFS. കാരണം മിഡിൽ സക്ഷൻ സ്ട്രോക്കിന്റെ മിഡിലിലെ ആക്സിലറേഷൻ ഹെഡിന്റെ വാല്യൂ 0 ആണ്. കാരണം ഈ രണ്ട് ഇക്വേഷൻസിൽ ഒരെണ്ണത്തിൽ കോസ് തീറ്റ ആയി ഒരെണ്ണത്തിൽ സൈൻ തീറ്റ എന്നുള്ള നൊട്ടേഷൻ വന്നുകൊണ്ടിരുന്നത്. കോസ് തീറ്റ 1 വരുന്നിടത്ത് അതുണ്ടാവും, കോസ് തീറ്റ അതിന്റെ വാല്യൂ 0 വരുന്നിടത്ത് അത് ഉണ്ടാവില്ല. അതുകൊണ്ട് സൈൻ തീറ്റ വരുന്നതാണ് രണ്ടാമത്തെ ഇക്വേഷനിൽ വരുന്നത്. ഫ്രിക്ഷൻ ഹെഡ് വരുമ്പോൾ സൈൻ തീറ്റ വരുന്നത്. സൈൻ തീറ്റ എവിടെയാണോ വാല്യൂ വരുന്നത് അവിടെ ആ ഹെഡ് കാണും. സൈൻ തീറ്റ 0 വരുന്ന എവിടെയാണോ അവിടെ ആ വാല്യൂ ഉണ്ടാവില്ല. So these are the middle of the suction stroke we have HS + HFS. Then total pressure head at the end of the suction stroke, which is HS - HAS. Similar equations you can say for delivery. At the beginning, total head is HD + HAD, friction head illa. At the middle of the delivery stroke, HD + HFD, our delivery acceleration head illa. Then at the end of the delivery stroke, we have HD - HAD. That means we don't have the frictional head at the end of the delivery stroke. By taking into account of this friction and acceleration effects, now your diagram modified to what you just now see on the slide. ഇവിടെ നോക്കുക, നേരത്തെ നമ്മൾ ഇവിടെ 3 കേസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക ABCD. നേരത്തെ നമ്മൾ തിയററ്റിക്കൽ ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറഞ്ഞത് ഇവിടെ നൊട്ടേഷൻ ഇവിടെ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യുന്നുള്ളൂ. ABCD is the theoretical indicator diagram. ആ തിയററ്റിക്കൽ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ ആക്സിലറേഷൻ എഫക്ട് കൺസിഡർ ചെയ്യുമ്പോഴാണ് ഇത് വന്നേക്കുന്നത് A', B', C', D'. ആക്സിലറേഷൻ എഫക്ട്സ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള തിയററ്റിക്കൽ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിന്റെ മോഡിഫിക്കേഷൻ ആണ് A', B', C', D'. Now when you consider the effect of friction, additional area only. അതാണ് now the indicator diagram is A', M, B', C', N, D'. അപ്പോൾ നോക്കുക, അവിടെ ബിഗിനിങ് സക്ഷൻ സ്ട്രോക്കിന്റെ ബിഗിനിങ്ങിൽ എന്താണ് HS ഉം HAS ഉം ഉള്ളൂ, ഫ്രിക്ഷൻ ഇല്ല. അതിന്റെ മിഡിൽ കേസിൽ പോയിന്റിൽ യു ഹാവ് HS ആൻഡ് HFS, അവിടെ HAS ഇല്ല. എൻഡില് you have again HS and HAS only. In between you have varying. Frictional head loss ഇവിടെ കൂടുന്നു. Then in the second half it is getting reduced. Similar case you can similarly you can explain for delivery stroke also. Modified indicator diagram by taking into account the effect of friction and acceleration is അത് വരയ്ക്കാൻ പറഞ്ഞാൽ ഈ സോളിഡ് ലൈൻ മാത്രം വരയ്ക്കുക. ഏതാണ് A', M, B', C', N, D'. ബാക്കിയെല്ലാം ഡോട്ടഡ് ആയിട്ട് കാണിക്കുക. അതെല്ലാം അതിന്റെ കൺസ്ട്രക്ഷൻ ലൈൻസ് ആണ്. അതെല്ലാം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ കേസസ് പറഞ്ഞ് വരയ്ക്കാനുള്ള. അപ്പൊ ABCD മാത്രം പറയുവാണെങ്കിൽ ദാറ്റ് ഈസ് ദി തിയററ്റിക്കൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. A', B', C', D' is the modified diagram by taking into account effect of acceleration only
And if you consider A dash M, B dash, C dash, N, D dash, this is the effect of friction as well as acceleration on the indicator diagram. So this is the indicator diagram, actual indicator diagram, and the theoretical and the theoretical indicator diagram. Now, based on the actual indicator diagram, now let us find out the area of the indicator diagram. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞു, ആക്സിലറേഷൻ എഫക്ട്സ് വരുമ്പോൾ ഏരിയ മാറുന്നില്ല. അതേ നേരത്തെയുള്ള എ ബി സി ഡിയും എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷിന്റെ ഏരിയയും മാറ്റമില്ല, കാരണം അതിന്റെ ഷേപ്പ് മാത്രമേ മാറുന്നുള്ളൂ. ബട്ട് വെൻ ദ എഫക്ട് ഓഫ് ഫ്രിക്ഷൻ ഇസ് കൺസിഡേർഡ്, അഡീഷണൽ ഏരിയ കംസ് ഇൻടു അക്കൗണ്ട്. അപ്പോൾ ഈ പാരബോളിക് ഏരിയ ആണ് അഡീഷണൽ ഏരിയ വരുന്നത്. ഈ പാരബോളിക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 2/3 ഓഫ് ബേസ് അതിന്റെ ബേസ് ഇൻറ്റു ലെങ്ത്, ഐ മീൻ സോറി ഹൈറ്റ് ഇൻറ്റു ലെങ്ത്. ഒരു പാരബോള കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബേസ് എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത്, ഈ ലെങ്ത് അത് സ്ട്രോക്ക് ലെങ്ത് L, പിന്നെ അതിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് HFD ആണ് ഡെലിവറി സ്ട്രോക്കില്. സക്ഷൻ സ്ട്രോക്കിന്റെ കേസിൽ HFS ആണ്. So that is written here, the total area, additional area include ചെയ്താൽ മതി. നേരത്തെ ഉള്ള ഏരിയ എന്തായിരുന്നു? HS plus HD മാത്രമായിരുന്നു. Now the additional area is 2/3 of HFS, 2/3 of HFD into L. So that is taken into account to calculate the total area of the indicator diagram. So this equation, gamma AN L by 60, the HS plus HD plus 2/3 HFS plus 2/3 HFD. This represents the total work input by considering the effect of acceleration and friction. Acceleration effect ഒരിക്കലും ഇതിന്റെ അകത്ത് വരത്തില്ല. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, കാരണം ഷേപ്പ് മാത്രമേ മാറുന്നുള്ളൂ. Then one more thing I can add is that the equation get modified to 2 into gamma n L by 60 when you consider the double acting pump. Double acting pump the equations നേരത്തെ പറഞ്ഞു, single acting pump equations തന്നെ if you multiply by 2 you get the work input for the double acting pump. Okay, that is explained in this slide so that you can go through it. Okay, now so this thing I will explain tomorrow. Actually, I have completed this topic for your A batch. No problem, I will start from this tomorrow's class. Okay, so let us stop today's discussion. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ നിങ്ങൾക്ക്. നിങ്ങൾ once again I am asking you to prepare for the semester exams which may happen in October. Exam third semester exams കഴിഞ്ഞേ ഉള്ളൂ എന്ന് വെച്ചിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കണ്ട. We can relax later, so you study whatever topics we have covered so far. Okay, doubts ഒന്നും ഇല്ലെങ്കിൽ so let us stop. So again, thank you very much. Thank you.